അവസാന നിമിഷം അയാൾ എക്സ്പോസ് ചെയ്യിച്ചതാണെങ്കിൽ ഞാൻ അയാളെ കൂടുതൽ ബഹുമാനിക്കുന്നു. അയാൾ ഇവരെ എക്സ്പോസ് ചെയ്യിച്ചതാണെങ്കിൽ, കാരണം വിവാഹം പ്രപ്പോസൽ അല്ലേ കൊടുത്തത്, പ്രണയിച്ച് നടക്കാനല്ല. അപ്പൊ എന്താ മറുപടി പറയുന്നത്? അപ്പൊ ജനങ്ങളിലേക്ക് എത്തുമല്ലോ. അങ്ങനെയാണെങ്കിൽ അയാൾ അസാധ്യ ഗെയിമർ, ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും ടോപ്പ് കണ്ടസ്റ്റന്റ് ആണ് അനീഷ്. അല്ല, ഒരു പാവപ്പെട്ട അയാളെ പറ്റിക്കാൻ വേണ്ടി അയാൾ അതിനകത്ത് കുടുങ്ങിപ്പോയെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. സത്യം, അതിന്റെ ഇന്നസെൻസ് ഞാൻ ഇഷ്ടപ്പെടുവാണ്. പക്ഷേ അല്ല, അയാൾ ഇവർക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. ഇവരുടെ ലവ് ട്രാക്ക് കണ്ട് ഈ ലവില് മയങ്ങി എന്ന് വിചാരിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ ഈ ലവ് ട്രാക്ക് മനസ്സിലാക്കിക്കൊണ്ട് അയാള് കൊടുക്കാൻ പറ്റിയ പണിയാണെങ്കിൽ ഒന്നും മക്കളെ അയാള് പറയണ്ട. എനിക്കറിയില്ല, ഒന്നും അറിയില്ല. നമുക്ക് ഇറങ്ങി വരുമ്പോ ചോദിക്കാം. ഞാൻ എങ്ങനെങ്കിലും കണ്ടുപിടിക്കും ഒരു ഇന്റർവ്യൂ. ഞാൻ എങ്ങനെയെങ്കിലും തരപ്പെടുത്തും ഗൈസ്, എങ്ങനെയെങ്കിലും ഞാൻ ഒരു ഇന്റർവ്യൂ തരപ്പെടുത്തും, ഉറപ്പാണ്. കാരണം നമ്മുടെ ഇൻസ്റ്റയൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇൻബോക്സിലൊക്കെ ഒന്ന് മെസ്സേജ് അയച്ചു നോക്കാം, അല്ലേ? അപ്പൊ എന്തായാലും ബിഗ് ബോസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും നാണം കെട്ട സീസൺ ആയിരുന്നു എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. ഫുള്ള് ഡ്രാമ, ഫേക്ക്, അതുപോലെ തന്നെ പി ആർ ആണ് ജയിക്കുന്നത്. ഇവിടെ കണ്ടസ്റ്റന്റുകളൊന്നുമില്ല, PR-ഉം പ്രേക്ഷകരുമാണ്. PR-ഉം പ്രേക്ഷകരും തമ്മിലുള്ള ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത്. റിയൽ പ്രേക്ഷകരും ഇൻറ്റു PR-ഉം. അപ്പൊ അതിനകത്ത് ആര് ജയിക്കുമെന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർക്ക് അവർക്ക് കണ്ണും കയ്യും ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഒരു PR-ന്റെ ബലത്തിൽ ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ ആ ഷോ എന്താവും, അടുത്ത വർഷങ്ങളിൽ ഈ ഷോയെ കുറിച്ച് ആൾക്കാർ എന്തായിരിക്കും അവലോകനം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയാൽ അവർക്ക് കൊള്ളാം. ഇപ്പൊ നമുക്കിപ്പോ അനീഷ് 1 ആയാലും 2 ആയാലും നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. പക്ഷെ ഈ അനീഷ് അല്ല, അനിമോളാണ് ഈ കപ്പും കൊണ്ട് വരുന്നുണ്ടെങ്കിൽ ഈ അനിമോളുടെ വില എന്താണെന്ന് നമുക്കറിയാം സമൂഹത്തില്. ഈ കപ്പ് യഥാർത്ഥത്തിൽ പറഞ്ഞ അനിമോൾ വേണ്ടാന്ന് പറയണം. കാരണം അത്രമാത്രം അനിമോള് തന്നെ ഈ ഷോയെ അനിമോള് തന്നെ ഈ ഷോയുടെ ക്രെഡിബിലിറ്റിയെ നശിപ്പിച്ചു കളഞ്ഞ്. ഇത്രയും വലിയ ഫാൻ ബേസും അയാൾക്ക്, പിന്നെ ഇത്രയും ആൾക്കാർ അവർക്ക് വേണ്ടിയിട്ട് വോട്ട് പിടിക്കാനും ഒക്കെ ഉള്ളപ്പോൾ ഇത്രയും സാധാരണക്കാരനായ ഒരു മനുഷ്യന് ഇത്രയും ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന തന്നെ ഒരു വലിയ കാര്യം കേട്ടോ. പിന്നെ മനീഷ് തന്നെയാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. പിന്നെ അതുകൊണ്ടൊന്നും ഈ ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഈ പോളിങ്ങോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട, അതൊന്നും കറക്റ്റ് അല്ല. ഇതൊക്കെ ചുമ്മാതെ. ഇപ്പൊ തന്നെ നമ്മൾ ഈ പോള് കാണുന്നത്, നമ്മൾ പോയിട്ട് അതിലൊന്നും വോട്ട് ചെയ്യാൻ പോണില്ലല്ലോ. നമ്മളെന്താ അനീഷിന്റെ ഫ്രണ്ട്, അനീഷിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നവരല്ലേ? ഞാൻ അമ്മമ്മക്ക് പോയിട്ട് അനീഷ് ചെയ്തുകൂടെ? അങ്ങനെ ചെയ്യാതെ. കാരണം ഈ സമ്മർ ആയാലും രായ് ടോക്സ് ആയാലും ഒലിവ് ക്രിയേഷൻസ് ആയാലും ഞാൻ എല്ലാവരുടെയും വീഡിയോസ് കാണാറുണ്ട്. അപ്പൊ ഇവരെല്ലാം ഇടുന്ന സാധനത്തിലൊന്നും ഗോൾഡൻ ഡയറീസ് ആയാലും നമ്മൾ ഇതൊന്നും പോയി നോക്കാറില്ല. നമ്മളൊന്നും പോൾ ചെയ്യാറില്ല. എന്തിന്? ഫോർ വാട്ട്? അപ്പൊ ഈ ഒരു അൺഒഫീഷ്യൽ പോളിംഗ് ഇപ്പം അനിമോള് മുന്നിലാണ് എന്ന് പറയുന്നത് എന്ത്